പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളും കുടുംബങ്ങളും ദൈവകൃപയാല് നിറയപ്പെടുവാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കും തോറും അങ്ങയുമായുള്ള ആഴമായ ബന്ധം ഞങ്ങളിൽ വളരുന്നതിനെയോർത്ത്, അതിലൂടെ ഞങ്ങൾ കൃപയ്ക്ക് മേൽ കൃപ നിറഞ്ഞതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ കൃപകള്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ കൃപ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ ദൈവിക ജീവന്റെ സമൃദ്ധി ഞങ്ങൾക്ക് നിറച്ചു നൽകണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഉണ്ണീശോയെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സാന്നിധ്യം നൽകി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരെ, സകല വിശുദ്ധരെ മാലാഖമാരെ ഈ മക്കളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ മക്കളില് അതിശക്തമായിട്ട് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാല് ഉദ്ധരിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കള് ദൈവകൃപയിൽ നിറയും തോറും അവരുടെ സ്വാഭാവികമായ ജഡികമായ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ സ്വാധീനങ്ങള്, ശക്തികള്, സ്വഭാവ ദൂഷ്യങ്ങള് മാറിപ്പോകുകയും ആ ദൈവകൃപയിൽ അവർ പഠിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും തിന്മയെ ചെറുത്തു നിൽക്കാനുമുള്ള വലിയ കൃപ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കള് ദൈവകൃപയിൽ നിറയപ്പെടാൻ വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തില് പാപം ചെയ്ത് മനുഷ്യന് സംഭവിച്ചു പോയ ഒരു ദുരന്തത്തെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ദൈവമായ കർത്താവ് പറയാണ്, മനുഷ്യരിൽ എന്റെ ചൈതന്യം എന്നേക്കും കുടികൊള്ളുകയില്ല, നിലനിൽക്കുകയില്ല, അവൻ വെറും ജഡമാണ് എന്ന്. അതായത് അവൻ വെറും ജഡമായിട്ട് മാറി. ജഡത്തിൻ്റെതായ വ്യാപാരികൾ കുറെ ഇര തേടുക, തിന്നുക, കുടിക്കുക, സമ്പാദിക്കുക, അല്ലെങ്കിൽ വീട് പണിയുക, സൗകര്യങ്ങൾ കൂട്ടുക. ഇന്നത്തെ പോലെ നമ്മുടെ മക്കളെ പോലെ കുറെ ഡാൻസ്, തുള്ളല്, മദ്യപാനം, ലഹരി, റാപ്പ് മ്യൂസിക്, മെറ്റൽ മ്യൂസിക്, ഇങ്ങനെ പല പൈശാചികമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്ന്. അത് ജഡമായി പോയതിന്റെ അവസ്ഥയാണ്. ജഡത്തിന് ആസക്തിയായ മറ്റൊന്നാണ് ഇണചേരുക, ജഡിക പാപങ്ങള്, വ്യഭിചാരം, മ്ലേച്ഛത, അശുദ്ധമായ സിനിമകള്, പോർണോഗ്രഫി, അല്ലെങ്കിൽ മറ്റ് പൈശാചികതകള്. ജഡികമായ പൈശാചികതകൾ ഞാൻ പറയും, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് അടിയപ്പെട്ടു പോണ മക്കൾ എന്തുകൊണ്ടാ ജഡമായിട്ട് മാറി. എപ്പോ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ 3-ാമത്തെ സ്വഭാവം എന്ന് പറയാ അലസത, മടി, പഠിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, എപ്പോഴും അലസതയില് മൊബൈൽ അടിമപ്പെട്ട് മണിക്കൂറുകൾ അതിന് പിന്നാലിരുന്ന് ജീവിതം വേസ്റ്റാക്കള്. ഇത് ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണം ജഡമായിട്ട് മാറിപ്പോയതിന്റെ അടിസ്ഥാന കാര്യമാണ്. ജഡം, ഈ ജഡത്തെ, അതാണ് പൗലോസ് പറഞ്ഞല്ലോ, ജഡത്തിന്റെ വ്യാപാരികളെ ആത്മാവിനാൽ നിഗനിക്കണം. നഷ്ടപ്പെട്ടു പോയ ദൈവിക ചൈതന്യം വീണ്ടും തിരിച്ചു കിട്ടണം, ദൈവിക ജീവൻ തിരികെ ലഭിക്കണം, ദൈവകൃപ വീണ്ടും നിറയപ്പെടണം. ആ കൃപ നിറയപ്പെട്ടാൽ, ആ ചൈതന്യം നിറയപ്പെട്ടാൽ, ആ ജീവൻ നിറയപ്പെട്ടാൽ, നമുക്കറിയാം ആ ജീവന്റെ സമൃദ്ധിയില് ആദ്യ മാതാപിതാക്കള് എന്തൊരു സ്നേഹമാണ്, യാതൊരു അല്ലില്ല, കഷ്ടപ്പാടില്ല, മാത്രമല്ല ജഡികാസക്തിയേ ഇല്ല. നഗ്നനായിരുന്നിട്ട് പോലും അവർക്കൊരു കുഴപ്പമുണ്ടായില്ല, ഒരു നഗ്നത പ്രശ്നമായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ദൈവ കൃപയുടെ നിറവ് 6:5 പറയുന്നുണ്ട്. ഈ ദൈവകൃപ നഷ്ടപ്പെട്ട് ജഡമായി പോയ മനുഷ്യന്റെ അവസ്ഥ കുറിച്ച് പറയാ, അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായി. ആരുടെ? ജഡമായി പോയ മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്ത, ഭാവന എപ്പോഴും ദുഷിച്ചത്.
ഇന്ന് നമ്മുടെ പല മക്കളുടെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യന്റെ പ്രകൃതി, ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണ്. മ്ലേച്ഛമായവയോട് അല്ലെങ്കിൽ ജഡികമായതിനോട് ലോകാരൂപിക്ക് അടിമപ്പെട്ട് അക്രമം, കൊലപാതകം, വയലൻസ്, അനുസരണക്കേട്, വ്യഭിചാര പ്രവൃത്തികൾ, അങ്ങനെ ഈ എപ്പോഴും ദുഷിച്ചതായിട്ട് മാറി. ഇതൊക്കെ എവിടെ നിന്ന് വന്ന മക്കളെ? ജഡമായിട്ട് മാറിപ്പോയതിൽ നിന്ന് വന്നതാ. ഇത് മക്കളുടെ മാത്രം പ്രശ്നമല്ല, മക്കൾക്ക് ഇത് ഭയങ്കര സ്വാധീനം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ജഡികമായ കാര്യങ്ങൾ മതി. അതിന്റെ കാരണം എന്താണ്? ദൈവ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. ഇനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയല്ലേ ഉള്ളൂ മക്കളെ. എന്താണ്? ദൈവകൃപയിൽ നിറയപ്പെടണം, ദൈവിക ചൈതന്യത്താൽ നിറയപ്പെടണം. അതിനുവേണ്ടി അതിശക്തമായിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകൃപയാൽ നിറച്ചെടുക്കാൻ സാധിച്ചോ? രക്ഷപ്പെടും? ഇല്ലേ? രക്ഷപ്പെടില്ല. നമ്മൾ എത്ര കൗൺസിലിങ്ങിന് പോയാലും, എവിടേക്ക് ഓടി നടന്നാലും, പ്രിയപ്പെട്ട മക്കളെ, രക്ഷപ്പെടാൻ ഒറ്റ വഴി ദൈവകൃപയിൽ നിറയപ്പെടുക, ദൈവിക ചൈതന്യത്തെ സ്വീകരിക്കുക, ദൈവിക ജീവൻ നിറച്ചെടുക്കുക. അതിനുവേണ്ടി ഈശോ ചെയ്ത പ്രവൃത്തി, നമുക്ക് നൽകപ്പെട്ട കൽപ്പനകള്, നമുക്ക് നൽകപ്പെട്ട വഴി, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ ദാഹത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവകൃപ നിറയപ്പെടാനായിട്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചോ. അങ്ങനെ ചെയ്താൽ നമ്മുടെ പല കാര്യങ്ങളും മാറും. ഞാൻ എപ്പോഴും പറയാറില്ല മക്കളെ, പ്രകാശം കടന്നു വന്നാൽ അന്ധകാരം താനേ മാറിപ്പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്രകാശം കടന്നു വരാനുള്ള വഴിയൊരുക്കണം, കൃപ വരാനുള്ള വഴിയൊരുക്കണം, ചൈതന്യം വരാനുള്ള വഴിയൊരുക്കണം, ജീവൻ വരാനുള്ള വഴിയൊരുക്കണം. ജീവൻ വന്നാൽ മരണം മാറും, പ്രകാശം വന്നാൽ അന്ധകാരം മാറും, കൃപ വന്നാൽ ജഡം മാറും, ജീവൻ വന്നാൽ ജീവന സമൃദ്ധിയാൽ നിറയപ്പെട്ടാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഈ ഒരു അഭിഷേകത്തിന് നിസ്സാര കാര്യമില്ല മക്കളെ. അച്ഛനീ പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇത് ഗൗരവത്തോടെ എടുക്കുക, അത് ചെയ്യുക. കൃപയ്ക്കല്ലാതെ നമ്മെ രക്ഷപ്പെടുത്താൻ ഒന്നിന് കഴിയത്തില്ല. അല്ലെങ്കിൽ ജഡത്തിന്റെ ലോകാരൂപിയുടെ വ്യാപാരത്തിൽ കുടുങ്ങി നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോകുന്ന മക്കൾക്ക് അവർക്ക് ജഡം മതി. ഇപ്പൊ തന്നെ ഒരു വേടൻ എന്ന് പറഞ്ഞ ഒരുത്തന്റെ പാട്ടുണ്ട്, റാപ്പ് മ്യൂസിക്. അതിന് പിന്നാലെ ഈ മക്കൾ പോകാനുള്ള കാരണം എന്താ? ജഡമായിട്ട് മാറിപ്പോയ മക്കള്. അങ്ങനെയുള്ള പാട്ടും തുള്ളലും സിനിമയും മതി. ഭയങ്കര നാശമാണ് മക്കളെ, ഭയങ്കര നാശം. അതുകൊണ്ട് ഞാൻ പറയാണ്, ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ചൈതന്യം കുറഞ്ഞു പോയത് കൊണ്ട് ജഡം കയറിയ, ജഡത്തിന്റെ വ്യാപാരം കൂടിയ, അതിനെ വിറ്റ് കാശാക്കുന്ന ജഡത്തിന്റെ വ്യാപാരികളായ പൈശാചിക ബന്ധനത്തിലും പിശാചിനെ ആരാധിക്കുന്നവരും ലോകാരൂപിയിലും ജഡികാസക്തിയിലും അടിമപ്പെട്ടു പോയ അനേകം പേര് ഉണർന്നു വരുമ്പോ അതിന്റെ പിന്നാലെ നമ്മുടെ മക്കളും തലമുറയും അടങ്ങി ഒടുങ്ങി നശിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവകൃപയിൽ മക്കൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും, അച്ഛന്മാരും കന്യാസ്ത്രീമാരും പിതാക്കന്മാരും എല്ലാവരും ദൈവകൃപയാൽ നിറഞ്ഞാൽ ഈ ഒച്ചപ്പാടും ബഹളവും സമരവും വാശിയും വൈരാഗ്യവും ഈ ജഡികാസക്തിയും ഈ ആത്മഹത്യയും കൊലപാതകവും എല്ലാം തീരും. ഒറ്റ വഴി കൃപയിൽ വളരുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരു സന്ദേശം അതിശക്തമായ ദൈവിക ദൂതാണ്. ഇത് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ, നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങ് ജീവന്റെ അപ്പമായിട്ട് ഞങ്ങളുടെ മധ്യ വസിക്കുന്നത് ഞങ്ങൾക്ക് ജീവൻ തരാനും നഷ്ടപ്പെട്ടു പോയ ദൈവിക ചൈതന്യവും ദൈവകൃപയും ഞങ്ങൾക്ക് നിറച്ചു നൽകാനും വേണ്ടിയാണ്. ഈശോയെ, ആ കൃപ നഷ്ടപ്പെട്ടു പോയതാണ്, പാപത്തിലൂടെ ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയതാണ്. ജഡമായിട്ട് മാറാനും ജഡിക വ്യാപാരങ്ങൾക്ക് അടിമപ്പെട്ട് അതിന്റെ പിന്നാലെ പോയി നശിച്ച് അടങ്ങി പിശാചിന്റെ പിടിയിൽ അമർന്നു പോകാനും
കാരണമായത് ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായി പോയ ആ ജഡത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഈശോയെ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് മോചിപ്പിക്കണം. ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, അനുസരണമില്ലാത്ത മക്കള്, മൊബൈൽ അടിമപ്പെട്ടു പോയ മക്കള്, മ്ലേച്ഛമായ പാട്ടുകളും മ്ലേച്ഛമായ സിനിമകളും വയലൻസുകളും പച്ചത്തെറിവിളികളും ഒക്കെ നിറയപ്പെട്ട പാട്ടുകൾ, അതിന്റെ പിന്നാലെ ഒത്തിരി ആകർഷിക്കപ്പെട്ടു പോകുന്ന മക്കള്, ഈശോയെ കൃപ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണല്ലോ, ചൈതന്യം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണല്ലോ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണല്ലോ, പ്രകാശം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണല്ലോ ഈശോയെ ഞങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണം. ഈ സമയം ഞങ്ങള് അങ്ങേ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഈശോയെ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൃപയുള്ള മക്കളായി മാറട്ടെ, ദൈവിക ജീവനിൽ നിറയപ്പെട്ട മക്കളായിട്ട് തീരട്ടെ. അതിനായിട്ട് ഈശോയെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജീവന്റെ സമൃദ്ധി ഈശോയെ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ഇന്ന് ലോകാരൂപിയുടെ പിന്നാലെ, ജഡത്തിലെ വ്യാപാരങ്ങളുടെ പിന്നാലെ, അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകള്, മ്ലേച്ഛമായ കൂട്ടുകെട്ടുകള്, ജടികമായ പാപങ്ങള്, മ്ലേച്ഛമായ വയലൻസ് സിനിമകള്, മ്ലേച്ഛമായ പച്ചത്തെറി വിളിക്കുന്ന പാട്ടുകള്, അതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന അവസ്ഥയിൽ നിന്ന് ഈശോയെ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ വിടിവിക്കണമേ. അങ്ങയുടെ മക്കളെ ഈശോയെ കൃപയാൽ നിറയ്ക്കണം, അങ്ങയുടെ ചൈതന്യത്തിൽ നിറയ്ക്കണം, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാൽ നിറയ്ക്കണം. അങ്ങനെ ജഡത്തിന്റെ വ്യാപാരികളെ നശിപ്പിച്ചുകൊണ്ട് ആത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് കർത്താവേ ഞങ്ങളുടെ മക്കളെ യഥാർത്ഥമായ വിശുദ്ധിയിലേക്കും അനുസരണത്തിലേക്കും പഠനത്തിലേക്കും ജീവിത വിജയത്തിലേക്കും, അങ്ങനെ അടിമത്തത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. അതിനായി കർത്താവേ അങ്ങയുടെ വലിയ കൃപയും അഭിഷേകവും ജീവന്റെ സമൃദ്ധിയും നിറച്ച് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഉദാശയില്ല, ദൈവബന്ധമില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല, ഒറ്റ അടിസ്ഥാനമുള്ളൂ, ആ ജീവിതം നശിച്ചു പോകും എന്നുള്ളത്. കർത്താവേ അങ്ങയിലേക്ക് ഞങ്ങളുടെ മക്കൾ അടുക്കട്ടെ. അങ്ങ് ജീവൻ നൽകുന്ന കർത്താവാണ്. അങ്ങേ സ്വന്തമാക്കി അങ്ങയുടെ കൃപയാൽ നിറഞ്ഞ്, അങ്ങയുടെ ശക്തിയാൽ നിറഞ്ഞ് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ചൈതന്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കൾ ദൈവിക ചൈതന്യത്താൽ നിറയപ്പെട്ട മക്കളാകട്ടെ. നമ്മുടെ മക്കൾ ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. നമ്മുടെ മക്കൾ പ്രകാശത്താൽ നിറയപ്പെടട്ടെ. നമ്മുടെ മക്കൾ ജീവന്റെ സമൃദ്ധിയാൽ നിറയപ്പെടട്ടെ. ജീവൻ നൽകുന്ന കർത്താവെ, ജീവന്റെ സമൃദ്ധി നൽകുന്ന ദിവ്യകാരുണ്യനാഥ, ആ ജീവന്റെ സമൃദ്ധി നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പൊ കർത്താവെ, ഒത്തിരിയേറെ മക്കൾ നിയോഗങ്ങള്, മക്കൾക്ക് വേണ്ടി പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മാതാപിതാക്കൾ, ഈ മക്കള്, കർത്താവ് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ നിറഞ്ഞാൽ, ചൈതന്യം നിറഞ്ഞാൽ, അതിനാൽ തന്നെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും, സൗഖ്യം പ്രാപിക്കും, പരീക്ഷ ജയിക്കും, വിശുദ്ധിൽ ജീവിക്കും, മാനസാന്തരപ്പെടും, ജോലി കിട്ടും, എല്ലാം കൃപയിൽ നടക്കും. കർത്താവേ, ആ കൃപ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി വലിയ ദാഹത്തോടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് ആ ചൈതന്യവും ജീവനും കൃപയും നിറയപ്പെടാൻ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ സമൃദ്ധി നൽകാൻ വേണ്ടി വന്ന ഈശോയെ ആ ചൈതന്യത്താൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് ജഡത്തിന്റെ വ്യാപാരത്തിൽ നിന്ന് മോചനം നൽകി ദൈവിക ജീവന്റെ ചൈതന്യത്തില് നിറച്ച് വലിയ മാനസാന്തരവും വലിയ തിരിച്ചുവരവും കൃപാഭിഷേകത്തിലുള്ള വളർച്ചയും നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ദാഹത്തോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.